ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു അനദർ സെഷൻ ഓഫ് ദിസ് കോഴ്സ്. എല്ലാവർക്കും ഈ കോഴ്സിലെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കുഡ് ഹാഫിൻ്റെ ഉപയോഗമാണ് പഠിക്കുന്നത്. ഓൾറെഡി കുഡ് എങ്ങനെയാണ് ഉപയോഗിക്കുക, അതിൻ്റെ ഉപയോഗം നമ്മൾ പഠിച്ചു. കുഡ് ബി എവിടെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് പഠിച്ചു. അതുപോലെ കുഡ് ഹാവ് എവിടെയാണ് കുഡ് ഹാവ് ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. പ്രധാനമായും 3 ഇടങ്ങളിലാണ് കുഡ് ഹാവ് ഉപയോഗിക്കാറുള്ളത്. ഒന്ന് സ്പെക്കുലേറ്റിംഗ് അബൌട്ട് എ പാസ്റ്റ് ഇവൻ്റ്, അതായത് കഴിഞ്ഞു പോയൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഊഹിച്ച് പറയാം. മുമ്പ് കഴിഞ്ഞതാണ്, പക്ഷേ നമ്മൾ അതിനെപ്പറ്റി ഊഹിച്ച് പറയാം. അതുപോലെ റിഗ്രറ്റ് ഓർ മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസ്, അതായത് നമ്മൾ നമ്മുടെ ഒരു ദുഃഖം പറയുക. നമുക്ക് സാധിക്കാതെ പോയ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഖേദം പ്രകടിപ്പിക്കുക, ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് സംസാരിക്കുക. അതല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു അവസരത്തെക്കുറിച്ച് ഖേദം പ്രകടിപ്പിച്ച് സംസാരിക്കുന്ന സെൻറ്റൻസുകളിൽ അല്ലെങ്കിൽ റിഗ്രറ്റ് പറയുന്നതിന് നമ്മൾ കുഡ് ഹാവ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ കണ്ടീഷണൽ ഓർ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻസ്, അതായത് ഇങ്ങനെ സംഭവിച്ചാൽ അങ്ങനെ സംഭവിക്കുകയായിരുന്നു, ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കുമായിരുന്നു എന്ന രൂപേണ പറയാൻ വേണ്ടിയിട്ട് കണ്ടീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ സംഭവിക്കുകയായിരുന്നു എന്ന് പറയാൻ വേണ്ടി നമ്മൾ കുഡ് ഹാവ് ഉപയോഗിക്കും. കുറച്ചുകൂടെ വ്യക്തമാവാൻ വേണ്ടി നമുക്ക് ഓരോ ഉപയോഗത്തെയും കുറച്ച് അടുത്ത് കാണാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എങ്ങനെയാണ് ഈ സ്പെക്കുലേറ്റിംഗ് അബൌട്ട് പാസ്റ്റ് ഇവൻറ്റ്, കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് സ്പെക്കുലേറ്റ് ചെയ്തിട്ട് ഊഹിച്ച് അല്ലെങ്കിൽ അനുമാനിച്ചുകൊണ്ട് സംസാരിക്കുന്നത് നോക്കാം. സ്പെക്കുലേറ്റിംഗ് അബൌട്ട് എ പാസ്റ്റ് ഇവൻറ്റ്. രാജു എന്താ പാർട്ടിക്ക് വരാതിരുന്നത്? വൈ ഡിഡ്ന്റ് രാജു ഷോ അപ്പ് അറ്റ് ദ പാർട്ടി? വൈ ഡിഡ്ന്റ് രാജു ഷോ അപ്പ് ദ പാർട്ടി? ഇവിടെ ഷോ അപ്പ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നൊരു വാക്കാണ് ഷോ അപ്പ് എന്ന് പറയുന്നത്. അതായത് എറൈവ്, എത്തിച്ചേരുക, അല്ലെങ്കിൽ നമ്മൾ ടേൺ അപ്പ് എന്ന് പറയുന്ന ഒരു ഫ്രേസൽ വർബ് ഉപയോഗിക്കാറുണ്ട്, എത്തിച്ചേരുക. അതിന് ഈക്വലായ മറ്റൊരു വേർഡാണ് ഷോ അപ്പ്. കൂടുതലായിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഷോ അപ്പ്. അപ്പോൾ ഈ വാക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇതിവിടെ തന്നിട്ടുള്ളത്. വൈ ഡിഡ്ന്റ് രാജു ഷോ അപ്പ് അറ്റ് ദ പാർട്ടി? ദാറ്റ് മീൻസ് വൈ ഡിഡ്ന്റ് രാജു ടേൺഡ് അപ്പ് അറ്റ് ദ പാർട്ടി? വൈ ഡിഡ്ന്റ് രാജു അറൈവ് അല്ലെങ്കിൽ റീച്ച് അറ്റ് ദ പാർട്ടി? എന്തായിരിക്കും അതിൻ്റെ ഉത്തരം? നമുക്കിങ്ങനെ പറയാം, അവനത് മറന്നതായിരിക്കും, മറന്നുപോയതായിരിക്കും. ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്പെക്കുലേറ്റിംഗ് അബൌട്ട് എ പാസ്റ്റ് ഇവൻറ്റ്. അപ്പോൾ ഇത് നടന്നുപോയ കാര്യമാണ്, അതിനെക്കുറിച്ച് നമ്മൾ സ്പെക്കുലേറ്റ് ചെയ്യാണ്, നമ്മൾ അനുമാനിച്ച് പറയുകയാണ്, ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഊഹിച്ച് പറയുകയാണ്, ഇങ്ങനെ ആയിരിക്കും സംഭവിച്ചത്, അതായത് അവൻ മറന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ പറയുന്ന കുഡ് ഹാവ് ഉപയോഗിച്ച് പറയാം. ഹി കുഡ് ഹാവ് ഫോർഗോട്ടൻ അബൌട്ട് ഇറ്റ്. ഹി കുഡ് ഹാവ് ഫോർഗോട്ടൻ അബൌട്ട് ഇറ്റ്. ഹി കുഡ് ഹാവ് ഫോർഗോട്ടൻ. അവിടെ നോക്കണം, ഫോർഗോട്ടൻ, ഫോർഗെറ്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ V3 രൂപമാണ്. അപ്പോൾ കുഡ് ഹാവ് കഴിഞ്ഞിട്ട് എപ്പോഴും വെർബിൻ്റെ V3 ഫോം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഹി കുഡ് ഹാവ് ഫോർഗോട്ടൻ അബൌട്ട് ഇറ്റ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ രാജു എന്താ പാർട്ടിക്ക് വരാതിരുന്നത്? വൈ ഡിഡ്ന്റ് രാജു ഷോ അപ്പ് അറ്റ് ദ പാർട്ടി? അവനത് മറന്നുപോയതായിരിക്കും. ഹി കുഡ് ഹാവ് ഫോർഗോട്ടൻ അബൌട്ട് ഇറ്റ്. എൻ്റെ വാലറ്റ് എവിടെ? വാലറ്റ് പറഞ്ഞാൽ പേഴ്സ്, പേഴ്സിൻ്റെ മറ്റൊരു വേർഡാണ് വാലറ്റ്. എൻ്റെ വാലറ്റ് എവിടെ? വേഴ്സ് മൈ വാലറ്റ്? വേർ ഈസ് മൈ വാലറ്റ്? നിങ്ങളത് കഫേയിൽ മറന്നു വെച്ചതായിരിക്കും. നിങ്ങളത് കഫേയിൽ മറന്നു വെച്ചതായിരിക്കും. അതാണ് നമുക്ക് ഇംഗ്ലീഷിൽ പറയേണ്ടത്. എങ്ങനെ അത് പറയാൻ സാധിക്കും? അതും സ്പെക്കുലേറ്റിംഗ് അബൌട്ട് എ പാസ്റ്റ് ഇവൻ്റ് ആണ്. അപ്പോൾ നമുക്ക് കുഡ് ഹാവ് വെച്ച് പറയാം. യു കുഡ് ഹാവ് ഫോർഗോട്ടൻ, അല്ലെ യു കുഡ് ഹാവ് ലെഫ്റ്റ് ഇറ്റ് അറ്റ് ദ കഫേ. യു കുഡ് ഹാവ് ഫോർഗോട്ടൻ ഇറ്റ് അറ്റ് ദി കഫേ. അല്ലെങ്കിൽ ഫോർഗോട്ടൻ പോലെ ലെഫ്റ്റ് കുറച്ചുകൂടി നാച്ചുറലായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ലെഫ്റ്റാണ് നല്ലത്. യു കുഡ് ഹാവ് ലെഫ്റ്റ് യു കുഡ് ഹാവ് ലെഫ്റ്റ് ഇറ്റ് അറ്റ് ദ കഫേ. യു കുഡ് ഹാവ് ലെഫ്റ്റ് ഇറ്റ് അറ്റ് ദ കഫേ. എൻ്റെ വാലറ്റ് എവിടെ? വേഴ്സ് മൈ വാലറ്റ്? നിങ്ങളത് കഫേയിൽ മറന്നു വെച്ചതായിരിക്കും. യു കുഡ് ഹാവ് ലെഫ്റ്റ് ഇറ്റ് അറ്റ് ദ കഫേ. അവൾ എങ്ങനെ മത്സരത്തിൽ വിജയിച്ചു? അവൾ എങ്ങനെ മത്സരത്തിൽ വിജയിച്ചു? ഹൗ ഡിഡ് ഷീ വിൻ ദ കോമ്പറ്റീഷൻ? ഹൗ ഡിഡ് ഷീ വിൻ ദ കോമ്പറ്റീഷൻ? അവൾ ഒരുപാട് പരിശീലിച്ചിട്ടുണ്ടായിരിക്കും. അവൾ ഒരുപാട് പരിശീലിച്ചിട്ടുണ്ടായിരിക്കും. എങ്ങനെ പറയാം? ഷീ കുഡ് ഹാവ് പ്രാക്ടീസ്ഡ് എ ലോട്ട്. ഷീ കുഡ് ഹാവ് പ്രാക്ടീസ്ഡ് എ ലോട്ട്. ഇവിടെ പ്രാക്ടീസ്ഡ് എന്ന് പറയുമ്പോൾ V3 രൂപമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ശ്രദ്ധിച്ചല്ലോ. എന്തുകൊണ്ടാണ് കാർ സ്റ്റാർട്ട് ചെയ്യാത്തത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കാർ സ്റ്റാർട്ട് ആവാത്തത്? വൈ ഇസ് എ കാർ നോട്ട് സ്റ്റാർട്ടിങ്? വൈ ഇസ് എ കാർ നോട്ട് സ്റ്റാർട്ടിങ്?
ബാറ്ററി തീർന്നിട്ടുണ്ടാകുമായിരിക്കും. അതായത് ബാറ്ററി തീർന്നു പോയിട്ടുണ്ടാകുമായിരിക്കും. പാസ്റ്റ് ഈവൻറ്റിനെ സ്പെക്കുലേറ്റ് ചെയ്യണം. ദ ബാറ്ററി കുഡ് ഹാവ് ഡയഡ്. ദ ബാറ്ററി കുഡ് ഹാവ് ഡയഡ്. ബാറ്ററി തീർന്നു പോകുന്നതിന് ഡൈ എന്ന് പറയുന്ന വേർഡാണ് യൂസ് ചെയ്യുക. അപ്പോൾ ദ ബാറ്ററി കുഡ് ഹാവ് ഡയഡ്. ജനൽ പൊട്ടിയത് എങ്ങനെ? ജനൽ പൊട്ടിയത് എങ്ങനെ? അല്ലെങ്കിൽ ജനലിൽ ഒരു ക്രാക്ക്, ഒരു വര വീണിട്ടുണ്ട്. അതെങ്ങനെയാണ് സംഭവിച്ചത്? ജനൽ പൊട്ടിയത് എങ്ങനെ? ജനലിൽ വര വീണത് എങ്ങനെയാണ്? ഹൗ ഡിഡ് ദ വിൻഡോ ഗെറ്റ് ക്രാക്ഡ്? ഹൗ ഡിഡ് ദ വിൻഡോ ഗെറ്റ് ക്രാക്ഡ്? വല്ല പക്ഷിയും അതിലൂടെ പറന്നു പോയത് കൊണ്ടായിരിക്കും. അത് വിൻഡോയിലൂടെ ഒരു പക്ഷി പറന്നു പോയപ്പോൾ അത് പൊട്ടിയതായിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വല്ല പക്ഷിയും അതിലൂടെ പറന്നതുകൊണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെ നമുക്ക് പറയാം? It's because some bird could have flown through it. It's because some bird could have flown through it. ഒരിക്കൽ കൂടി നമുക്ക് ഈ സംഭാഷണം നോക്കാം. ജനൽ പൊട്ടിയത് എങ്ങനെ? How did the window get cracked? വല്ല പക്ഷിയും അതിലൂടെ പറന്നു പോയത് കൊണ്ടായിരിക്കും. It's because some bird could have flown through it. Flown എന്ന് പറയുമ്പോൾ ഫ്ലൈ എന്ന് പറയുന്ന വേർഡിൻ്റെ V3 ആണ്. ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ. ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ. ഓക്കെ. ഇനി നമ്മൾ കുഡ് ഹാവിൻ്റെ രണ്ടാമത്തെ സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് റിഗ്രറ്റ് അല്ലെങ്കിൽ മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസ് പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് സാധിക്കാതെ പോയ ഒരു കാര്യത്തെക്കുറിച്ച്, എനിക്കോ നിങ്ങൾക്കോ മറ്റാർക്കെങ്കിലോ സാധിക്കാതെ പോയ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നോക്കാം. ഞാൻ പരീക്ഷയിൽ തോറ്റു. ഐ ഫെയിൽഡ് ദ എക്സാം. ഞാൻ പരീക്ഷയിൽ തോറ്റു. ഐ ഫെയിൽഡ് ദ എക്സാം. അപ്പോൾ അതിന് മറുപടിയായിട്ട് സംഭാഷണത്തിൽ പറയാണ്, നിനക്ക് നന്നായി പഠിക്കാമായിരുന്നു. ഇതൊരു റിഗ്രറ്റാണ് ശരിക്കും, അല്ലേ? തോറ്റുപോയി. അപ്പോൾ അതിന് നമ്മൾ മറുപടിയായിട്ട് പറയുകയാണ്, നിനക്ക് നന്നായിട്ട് പഠിക്കാമായിരുന്നു, നന്നായിട്ട് പഠിച്ചു, അല്ലെങ്കിൽ എനിക്ക് നന്നായി പഠിക്കാമായിരുന്നു. അപ്പോൾ എനിക്ക് നന്നായി പഠിക്കാമായിരുന്നു, ദാറ്റ് ഇസ് എ റിഗ്രറ്റ്. അതർവൈസ് എ മിസ്ഡ് ഓപ്പർച്യൂണിറ്റി. സോ ദീസ് കൈൻഡ്സ് ഓഫ് സെൻറ്റൻസ് ക്യാൻ ബി സെറ്റ് by using could have. How? You could have studied harder. You could have studied harder. I could have studied harder. എനിക്ക് നന്നായി പഠിക്കായിരുന്നു. I could have studied harder. ഓക്കെ. മറ്റൊന്ന് നോക്കാം. വീട്ടിലേക്കുള്ള അവസാന ബസ് എനിക്ക് നഷ്ടമായി. I missed the last bus home. I missed the last bus to home എന്ന് പറയേണ്ട ആവശ്യമില്ല. ഹോം, വീടിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ മുമ്പ് മറ്റ് പ്രപ്പോസിഷൻ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഐ മിസ്ഡ് ദ ലാസ്റ്റ് ബസ് ഹോം. എല്ലാ സിറ്റുവേഷനിലല്ല ഉദ്ദേശിച്ചത്, ഇതുപോലെ ചില സിറ്റുവേഷനിൽ. ഗോ ഹോം എന്ന് പറയില്ല, ഗോ ഹോം. ഗോ ടു ദ ഹോം എന്ന് പറയണ്ട, ഗോ ഹോം, വീട്ടിൽ പോവാം എന്ന് പറഞ്ഞ പോലെ. ഐ മിസ്ഡ് ദ ലാസ്റ്റ് ബസ് ഹോം. നിനക്ക് നേരത്തെ പോകാമായിരുന്നു. അത് സംഭവിച്ചില്ല, നടന്നില്ല, അല്ലേ? മിസ്ഡ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അങ്ങനെ മിസ്ഡ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കുഡ് ഹാവ് വെച്ച് പറഞ്ഞാൽ പോലെ. You could have left earlier. You could have left earlier. Could have കഴിഞ്ഞാൽ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ലീവ് എന്ന് പറയുന്ന പോവുക, വിടുക. ലീവ് എന്ന് പറഞ്ഞാൽ വിടുക, പോവുക. അതിൻ്റെ V3 രൂപമാണ് ലെഫ്റ്റ്. ലീവ് ലെഫ്റ്റ് ആണ്. ഓക്കെ. അപ്പോൾ you could have left earlier. ഞാൻ അവളുടെ പിറന്നാൾ മറന്നു. I forgot her birthday. I forgot her birthday. നിനക്ക് ഒരു റിമൈൻഡർ വെക്കാമായിരുന്നു. വെച്ചോ? ഇല്ല. അപ്പോൾ റിഗ്രറ്റ് അല്ലെങ്കിൽ മിസ്ഡ് ഓപ്പർച്യൂണിറ്റി പറയാണ്. നിനക്കൊരു റിമൈൻഡർ വെക്കായിരുന്നു. യു കുഡ് ഹാവ് സെറ്റ് അപ്പ് എ റിമൈൻഡർ. അതർവൈസ് യു കുഡ് ഹാവ് സെറ്റ് എ റിമൈൻഡർ. യു കുഡ് ഹാവ് സെറ്റ് എ റിമൈൻഡർ. എനിക്ക് ജോലി കിട്ടിയില്ല. ഐ ഡിഡ്ന്റ് ഗെറ്റ് ദ ജോബ്. ഐ ഡിഡ്ന്റ് ഗെറ്റ് ദ ജോബ്. നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് നന്നായി തയ്യാറെടുക്കാമായിരുന്നു. യു കുഡ് ഹാവ് പ്രിപ്പയർഡ് ബെറ്റർ ഫോർ ദ ഇൻ്റർവ്യൂ. You could have prepared better for the interview. നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് നന്നായി തയ്യാറെടുക്കാമായിരുന്നു. You could have prepared well. You could have prepared better for the interview. ഞാൻ ആകെ നനഞ്ഞിരിക്കുന്നു. മഴ ചതിച്ചു. I am completely wet. The rain cheated me. ഞാൻ ആകെ നനഞ്ഞിരിക്കുന്നു. മഴ ചതിച്ചു. I am completely wet. The rain cheated me. നിങ്ങൾക്കൊരു കുട എടുക്കാമായിരുന്നു, അല്ലേ? നിങ്ങൾക്കൊരു കുട എടുക്കാമായിരുന്നു. മിസ്ഡ് ഓപ്പർച്യൂണിറ്റിയാണ് പറയുന്നത്, എടുത്തില്ല. അപ്പോൾ യു കുഡ് ഹാവ് ടേക്കൻ എൻ അംബ്രല്ല. യു കുഡ് ഹാവ് കെപ്റ്റ് എൻ അംബ്രല്ല. യു കുഡ് ഹാവ് ക്യാരിഡ് എൻ അംബ്രല്ല. യു കുഡ് ഹാവ് ടേക്കൻ എൻ അംബ്രല്ല. ഇനി നമ്മൾ
കുഡ് ഹാഫിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഉപയോഗം കൂടിയാണ് പഠിക്കുന്നത്. സാധാരണ കണ്ടീഷണൽ സെൻറ്റൻസുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇഫ് വെച്ച് പറയുന്ന സെൻറ്റൻസുകളാണ്. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുകയായിരുന്നു, അങ്ങനെ സംഭവിച്ചാൽ ഇങ്ങനെ സംഭവിക്കും എന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ. ഓക്കെ, ദാറ്റ് ഈസ് കണ്ടീഷണൽ. അതർവൈസ് ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നേരത്തെ ഉണർന്നിരുന്നെങ്കിൽ ജിമ്മിൽ പോകാമായിരുന്നു. നേരത്തെ ഉണർന്നിരുന്നെങ്കിൽ ജിമ്മിൽ പോകാമായിരുന്നു. ഉണർന്നോ? ഇല്ല. അപ്പോൾ ഐ കുഡ് ഹാവ് ഗോൺ ടു ദ ജിം ഇഫ് ഐ ഹാഡ് വോക്കൺ അപ്പ് ഏർലിയർ. തിരിച്ചും പറയാട്ടോ, ഇഫ് വെച്ചിട്ട് ആദ്യം തുടങ്ങാം. ഇഫ് ഐ ഹാഡ് വോക്കൺ അപ്പ് ഏർലിയർ ഐ കുഡ് ഹാവ് ഗോൺ ടു ദ ജിം. ഇഫ് ഐ ഹാഡ് വോക്കൺ അപ്പ് ഏർലിയർ ഐ കുഡ് ഹാവ് ഗോൺ ടു ദ ജിം. അല്ലെങ്കിൽ തിരിച്ചു പറയാം, ഐ കുഡ് ഹാവ് ഗോൺ ടു ദ ജിം ഇഫ് ഐ ഹാഡ് വോക്കൺ അപ്പ് ഏർലിയർ. അപ്പോൾ അവിടെ ഐ ഹാഡ് വോക്കൺ അപ്പ് എന്ന് പറയുമ്പോൾ മാത്രമേ ഇപ്പോഴത്തെ കുഡ് ഹാവ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇഫ് ഐ വോക്കപ്പ് ഏർലിയർ എന്നായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ അങ്ങനെയും പറയാം, അത് ശരിയാണ്. ഇഫ് ഐ വോക്കപ്പ് ഏർലിയർ, അപ്പോൾ വോക്ക് എന്ന് പറയുമ്പോൾ V2 സിമ്പിൾ പാസ്റ്റ് ആണ്. ഇഫ് ഐ വോക്കപ്പ് ഏർലിയർ, അപ്പോൾ അവിടെ എന്ത് വേണ്ട? കുഡ് ഹാവ് വേണ്ട, വെറും കുഡ് മതി. ഐ കുഡ് ഗോ ടു ദ ജിം. ഇഫ് ഐ വോക്കപ്പ് ഏർലിയർ, ഞാൻ നേരത്തെ എഴുന്നേറ്റിരുന്നെങ്കിൽ എനിക്ക് ജിമ്മിന് പോയിരുന്നു. ഐ കുഡ് ഗോ ടു ദ ജിം. പക്ഷെ ഇവിടെ ഇഫ് ഐ ഹാഡ് വോക്കൺ അപ്പ്, കുറച്ചുകൂടെ പഴയ കഥയാണ് പറയുന്നത്. ഇനി ഒരിക്കലും സാധ്യമല്ല, ഇമ്പോസിബിൾ ആണ്. ഞാൻ നേരത്തെ ഉണർന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, ശരിക്കും മലയാളം അതിൻ്റെ കറക്റ്റ് മലയാളം അങ്ങനെ, ഞാൻ നേരത്തെ ഉണർന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ജിമ്മിന് പോകാമായിരുന്നു. ഇഫ് ഐ ഹാഡ് വോക്കൺ അപ്പ് ഏർലിയർ ഐ കുഡ് ഹാവ് ഗോൺ ടു ദി ജിം. അല്ലെങ്കിൽ ഐ കുഡ് ഹാവ് ഗോൺ ടു ദി ജിം ഇഫ് ഐ ഹാഡ് വോക്കൺ അപ്പ് ഏർലിയർ. അതെ, നിങ്ങൾ അമിതമായി ഉറങ്ങി. യാ, യു ഓവർ സ്ലെപ്റ്റ്. യെസ്, യു ഓവർ സ്ലെപ്റ്റ്. ഓവർ സ്ലെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഓവർ സ്ലീപ്പ്, അധികം അമിതമായി ഉറങ്ങുക. അതിൻ്റെ പാസ്റ്റ് ഓവർ സ്ലെപ്റ്റ്. സമയം തീർന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് പിസ്സ ഓർഡർ ചെയ്യാമായിരുന്നു. അല്ലെങ്കിൽ മലയാളം ഇങ്ങനെ പറയാം, സമയം തീർന്നിട്ടില്ലായിരുന്നില്ലെങ്കിൽ നമുക്ക് പിസ്സ ഓർഡർ ചെയ്യാമായിരുന്നു. We could have ordered pizza if we hadn't run out of time. If we hadn't run out of time. Run out എന്ന് പറഞ്ഞാൽ തീർന്നു പോവുക. If we hadn't run out of time, സമയം തീർന്നു പോയിട്ടില്ലായിരുന്നെങ്കിൽ we could have ordered pizza. നമുക്ക് പിസ്സ ഓർഡർ ചെയ്യാമായിരുന്നു. പിസ്സ. Okay, we could have ordered pizza. We could have ordered pizza if we hadn't run out of time. We could have ordered pizza if we hadn't run out of time. അടുത്ത തവണ നമുക്ക് നന്നായി ആസൂത്രണം ചെയ്യാം. നെക്സ്റ്റ് ടൈം ലെറ്റ്സ് പ്ലാൻ ബെറ്റർ. അടുത്ത തവണ നമുക്ക് നന്നായിട്ട് പ്ലാൻ ചെയ്യാം. നെക്സ്റ്റ് ടൈം ലെറ്റ്സ് പ്ലാൻ ബെറ്റർ. കാലാവസ്ഥ നോക്കിയിരുന്നെങ്കിൽ ഒരു കുട കൊണ്ടുവരാമായിരുന്നു. കാലാവസ്ഥ നോക്കിയിരുന്നെങ്കിൽ ഒരു കുട കൊണ്ടുവരാമായിരുന്നു. I could have brought an umbrella if I had checked the weather. I could have brought an umbrella if I had checked the weather report. Right? Okay. അതെ, ഇപ്പോൾ നീ ആകെ നനഞ്ഞു പോയി. Yes, now you are all wet. Yes, now you are all wet. You are all wet. അതെ, ഇപ്പോൾ നീ ആകെ നനഞ്ഞു പോയി. Yes, now you are all wet. നന്നായി ആശയവിനിമയം നടത്തിയിരുന്നെങ്കിൽ അവർക്ക് പദ്ധതി, ദാറ്റ് മീൻസ് പ്രോജക്റ്റ് നേരത്തെ പൂർത്തിയാക്കാമായിരുന്നു. They could have finished the project earlier if they had communicated better. നന്നായി ആശയവിനിമയം നടത്തിയിരുന്നെങ്കിൽ അവർക്ക് പദ്ധതി നേരത്തെ പൂർത്തിയാക്കാമായിരുന്നു. They could have finished the project earlier if they had communicated well. If they have communicated better. ശരിയാണ്, ഇതിന് കൂടുതൽ സമയമെടുത്തു. True, it took much longer. True, it took much longer. മറ്റേ റോഡിലൂടെ പോയിരുന്നെങ്കിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കായിരുന്നു. മറ്റേ റോഡിലൂടെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാമായിരുന്നു. If you had, otherwise you could have avoided the traffic if you had taken the other road. If you had taken the other road, you could have avoided the traffic. തിരിച്ചു പറയുകയാണെങ്കിൽ you could have avoided the traffic if you had taken the other road. എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. I didn't know about it. എനിക്കതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. I didn't know about it.
ഇത്രയാണ് കുഡ് ഹാഫിൻ്റെ ഉപയോഗം. ഇനി നമ്മൾ കുഡ് ഹാവ് ബീൻ എങ്ങനെയൊക്കെ ഉപയോഗിക്കുക എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ പരമാവധി നിങ്ങൾ സ്വന്തം പറഞ്ഞു നോക്കുക. കുറേ സെൻറ്റൻസുകൾ നിങ്ങൾ സ്വയം നമ്മുടെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാൻ മടിക്കരുത്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ സ്വന്തം ഇതുപോലെയുള്ള ഈ 3 രീതിയിലുള്ള സെൻറ്റൻസുകൾ സ്വന്തം മേക്ക് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ഇടുക, മാക്സിമം ഡിസ്കസ് ചെയ്യുക. ഓക്കെ, ഈ 10 ദിവസത്തെ കോഴ്സ് തീരുമ്പോഴേക്ക് നിങ്ങൾ പരമാവധി ഇത് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഈ വാക്കുകളൊക്കെ നല്ല പച്ചവെള്ളം പോലെ ഈ ഇത്തരം പ്രയോഗങ്ങളൊക്കെ പഠിക്കാം. ഓക്കെ, എനിവേ താങ്ക് യു, ഹാവ് എ ഗ്രേറ്റ് ഡേ, ബൈ.